അസ്സലാമു അലൈക്കും. ജീവിതത്തില് ചിലപ്പോഴൊക്കെ എല്ലാം കൈവിട്ടു പോവുകയാണെന്ന് നമുക്ക് തോന്നാറില്ലേ? വലിയ പരീക്ഷണങ്ങൾ വരുമ്പോൾ ഇത്രയും ശക്തിയുള്ള ഒരു ദൈവം എങ്ങനെയാണ് ഇത്രയധികം കാരുണ്യം കാണിക്കുന്നത് എന്നും നമ്മൾ ചിന്തിച്ചു പോകാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ജുസു 23ന്റെ ഹൃദയത്തിലേക്കാണ് ഒരുമിച്ച് യാത്ര ചെയ്യുന്നത്. അല്ലാഹുവിന്റെ ആ അപാരമായ മഹത്വവും അളവറ്റ കാരുണ്യവും ജീവിതത്തിലെ ഏറ്റവും കഠിനമായ നിമിഷങ്ങളിൽ നമ്മളെ എങ്ങനെ ചേർത്തു പിടിക്കുന്നുവെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ ചോദിച്ച ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരം കണ്ടെത്താൻ ഒരു 5 പ്രധാനപ്പെട്ട വിഷയങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോകാൻ പോകുന്നത്. ആദ്യം അല്ലാഹുവിന്റെ മഹത്വവും കാരുണ്യവും എങ്ങനെയാണ് ഒരുമിച്ച് പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും. പിന്നെ നമ്മുടെയൊക്കെ വിശ്വാസത്തെ പരീക്ഷിക്കുന്ന ഒരു കാര്യമാണ് പരിഹാസം. അതിനെ എങ്ങനെ നേരിടാമെന്ന് നോക്കാം. അതിനുശേഷം സൂറത്ത് യാസീനിലെ ഒരു സാധാരണ മനുഷ്യന്റെ അസാധാരണമായ കഥ നമ്മളെ ശരിക്കും പ്രചോദിപ്പിക്കും. പിന്നെ നമ്മുടെ കൂട്ടുകെട്ടുകൾ നമ്മുടെ ഭാവിയെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നതെന്ന് 2 സുഹൃത്തുക്കളുടെ കഥയിലൂടെ കാണാം. ഏറ്റവും അവസാനം ഖുർആൻ എന്നത് വെറുതെ ഓതി തീർക്കാനുള്ളതല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാനുള്ള ഒരു ടൂളാണെന്ന് നമ്മൾ തിരിച്ചറിയും. ശരി, അപ്പം നമുക്ക് ആദ്യത്തെ വിഷയത്തിലേക്ക് കടക്കാം. നമ്മുടെ ആദ്യത്തെ വിഷയം ഒരുപക്ഷേ നമ്മുടെ എല്ലാം മനസ്സിൽ എപ്പോഴെങ്കിലും വന്നിട്ടുള്ള ഒരു ചോദ്യത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. ഒന്നാലോചിച്ചു നോക്കിയേ, ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന അത്രയും ശക്തനായ ഒരു ദൈവം അതേസമയം തന്നെ നമ്മൾ ഓരോരുത്തർക്കും വളരെ വ്യക്തിപരമായി ഒരറ്റവുമില്ലാതെ ഔദാര്യം ചൊരിയുന്നവനാകുന്നത് എങ്ങനെയാണ്? ഇത് രണ്ടും ഒരുമിച്ച് എങ്ങനെ ശരിയാവുമെന്ന് നമുക്ക് തോന്നാം, അല്ലേ? എന്നാൽ ജുസ് 23 ഇതിന് വളരെ മനോഹരമായ ഒരു ഉത്തരം തരുന്നുണ്ട്. ഈ ജുസിൽ അല്ലാഹു തന്റെ 2 മനോഹരമായ പേരുകൾ ഒരുമിച്ചു വയ്ക്കുകയാണ്. ഒന്ന് അൽ അസീസ്, സർവശക്തൻ. 2 അൽ വഹാബ്, എല്ലാം നൽകുന്നവൻ. ഇതിലൂടെ അല്ലാഹു നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്. തന്റെ ശക്തിയും തന്റെ ഔദാര്യവും രണ്ടും രണ്ടല്ല, മറിച്ച് താൻ സർവശക്തനായതുകൊണ്ടാണ് തനിക്ക് ഇത്രയധികം ഔദാര്യവാനാകാൻ കഴിയുന്നതെന്ന്. അല്ലാഹുവിന്റെ ശക്തിയാണ് അവന്റെ കാരുണ്യത്തിന്റെ ഉറവിടം. ഇതൊരു ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്നത് പോലെ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. നമ്മൾ ഭാരം ഉയർത്തുമ്പോൾ നമ്മുടെ മസിൽസിന് ചെറിയ മുറിവുകൾ പറ്റും. പക്ഷെ അതിനുശേഷം റെസ്റ്റ് എടുക്കുമ്പോൾ ആ മസിൽസ് പഴയതിനേക്കാൾ ശക്തമായി വളരും. അതുപോലെയാണ് ജീവിതത്തിലെ പരീക്ഷണങ്ങളും. അത് നമ്മുടെ ഈമാനിനെ, നമ്മുടെ വിശ്വാസത്തെ കുറച്ചൊന്ന് വേദനിപ്പിച്ചേക്കാം. പക്ഷെ ആ വേദനയിലൂടെയാണ് നമ്മുടെ വിശ്വാസം കൂടുതൽ കരുത്താർജിക്കുന്നത്. അപ്പോ അൽ അസീസിൽ നിന്നുള്ളൊരു പരീക്ഷണം സത്യത്തിൽ അൽ വഹാബിൽ നിന്നുള്ളൊരു ഗിഫ്റ്റാണ്, നമ്മളെ കൂടുതൽ സ്ട്രോങ് ആക്കാനുള്ളൊരവസരം. ശരി, ഈ വിശ്വാസത്തെ ബലപ്പെടുത്തുന്ന പരീക്ഷണങ്ങളുടെ കൂട്ടത്തിൽ നമ്മളിൽ പലരും സാധാരണയായി നേരിടുന്ന ഒന്നാണ് പരിഹാസം. സത്യത്തിന്റെ വഴിയിൽ നിൽക്കുമ്പോൾ ലോകത്തിന്റെ ഭാഗത്തുനിന്ന് പല വെല്ലുവിളികളും വരും. അതിലൊരു പക്ഷേ ഏറ്റവും വേദനിപ്പിക്കുന്നത് മറ്റുള്ളവരുടെ കളിയാക്കലുകളായിരിക്കും. നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു കാര്യത്തിന്റെ പേരിൽ എപ്പോഴെങ്കിലും കളിയാക്കപ്പെട്ടിട്ടുണ്ടോ? ഷെയ്ഖ് സുലൈമാൻ ഹാനിയുടെ ഈ വാചകം ഭയങ്കര പവർഫുള്ളാണ്. പരിഹാസം എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസം എത്രത്തോളം ആത്മാർത്ഥമാണ് എന്ന് അളക്കാനുള്ളൊരു ടെസ്റ്റാണ്. ദൈവിക സന്ദേശം നെഞ്ചിലേറ്റി എല്ലാവരും ഈ ഒരു കടമ്പ് കടന്നുപോയവരാണ്. ഒന്നോർത്തു നോക്കൂ, അല്ലാഹുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട പ്രവാചകന്മാർ പോലും ഈ വേദനയിലൂടെ കടന്നുപോയിട്ടുണ്ട്. അവരെ ആളുകൾ ഭ്രാന്തനെന്നും കവിയെന്നും വരെ വിളിച്ചു പരിഹസിച്ചു. അപ്പോ സത്യം പറഞ്ഞതിന്റെ പേരിൽ നമ്മൾ ഒറ്റപ്പെടുമ്പോ ഓർക്കുക, നമ്മൾ ശരിക്കും ഒറ്റയ്ക്കല്ല. പ്രവാചകന്മാർ നടന്ന അതേ വഴിയിലാണ് നമ്മളും. ഇത് നമ്മളെ ഒരു വലിയ സത്യം ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മുടെ യഥാർത്ഥ അംഗീകാരം വരേണ്ടത് മനുഷ്യരിൽ നിന്നല്ല, ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച അല്ലാഹുവിൽ നിന്നാണ്. ഇനി ഖുർആനിലെ തന്നെ ഏറ്റവും ഹൃദയത്തിൽ തൊടുന്ന അധ്യായങ്ങളിലൊന്നായ സൂറത്ത് യാസീനിലേക്ക് നമുക്ക് പോകാം. അവിടെ പേരുപോലും നമുക്കറിയാത്ത ഒരു സാധാരണ മനുഷ്യൻ എങ്ങനെ ഒരു യഥാർത്ഥ ഹീറോയായി മാറുന്നു എന്ന് നമുക്ക് കാണാം. കടുത്ത പരിഹാസത്തിന്റെയും ആക്രമണത്തിന്റെയും മുന്നിൽ ഒരു വിശ്വാസിയുടെ ഹൃദയം എങ്ങനെയായിരിക്കണമെന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അദ്ദേഹം. ആ മനുഷ്യന്റെ കഥ ഖുർആൻ വളരെ പെട്ടെന്നാണ് പറഞ്ഞുപോകുന്നത്, പക്ഷെ അതിന്റെ ഇംപാക്റ്റ് വളരെ വലുതാണ്. അദ്ദേഹം തന്റെ സമൂഹത്തെ നന്മയിലേക്ക് ക്ഷണിക്കാൻ ഓടിയെത്തുന്നു, വളരെ സ്നേഹത്തോടെ അവരെ ഉപദേശിക്കുന്നു. പക്ഷെ അവർക്കത് വേണ്ടായിരുന്നു. അവർ അദ്ദേഹത്തെ കളിയാക്കി തള്ളിക്കളഞ്ഞു, അവസാനം ക്രൂരമായി കൊലപ്പെടുത്തി. ദുനിയാവിന്റെ കണ്ണിൽ അതൊരു സമ്പൂർണ്ണ പരാജയമായിരുന്നു. എന്നാൽ അല്ലാഹുവിന്റെ അടുക്കൽ ആ രക്തസാക്ഷിത്വത്തിന് കിട്ടിയ പ്രതിഫലം ഉടനടിയായിരുന്നു, സ്വർഗ്ഗത്തിലേക്കുള്ള പ്രവേശനം. പക്ഷേ അതിനുശേഷം അദ്ദേഹം പറയുന്ന വാക്കുകളാണ് നമ്മളെ ശരിക്കും ഞെട്ടിക്കുന്നത്. സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, എന്റെ ജനത ഒന്നറിഞ്ഞിരുന്നെങ്കിൽ എന്റെ റബ്ബെനിക്ക് പൊറത്തു തന്നതും എന്നെ ഇത്രയധികം ആദരിച്ചതും.
ഒന്നാലോചിച്ചു നോക്കിക്കേ, തന്നെ കൊന്നവരെക്കുറിച്ച് പോലും ആ സ്വർഗത്തിൽ വെച്ച് അദ്ദേഹം ചിന്തിക്കുന്നു. പ്രതികാരമോ പകയോ അല്ല, മറിച്ച് അവർക്കും കൂടി ഈ നന്മ കിട്ടിയിരുന്നെങ്കിൽ എന്ന ആത്മാർത്ഥമായ ആഗ്രഹം. ഇതാണ് ഒരു യഥാർത്ഥ വിശ്വാസിയുടെ ഹൃദയം. ആ വിശ്വാസി തന്റെ ജനതയുടെ നന്മ ആഗ്രഹിച്ചില്ലേ? അതുപോലെ നമ്മുടെ ചുറ്റുമുള്ളവരും നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നവരാകണം. കാരണം നമ്മൾ ആരെയാണ് കൂട്ടുകാരായി തിരഞ്ഞെടുക്കുന്നത് എന്നതിന് നമ്മുടെ വിധിയെ വരെ നിർണ്ണയിക്കാൻ കഴിയും. സൂറത്ത് സാഫാത്തിലെ 2 സുഹൃത്തുക്കളുടെ കഥ ഇതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ്. സ്വർഗത്തിലെ സുഖസൗകര്യങ്ങളിലിരിക്കുമ്പോൾ ഒരു വിശ്വാസി തന്റെ പഴയ ഒരു സുഹൃത്തിനെ ഓർക്കുകയാണ്. അയാൾ എവിടെയാണെന്ന് അന്വേഷിക്കുമ്പോൾ കാണുന്നത് നരകത്തിന്റെ ആഴങ്ങളിലാണ്. ദുനിയാവിൽ വെച്ച് പരലോകത്തെ കളിയാക്കുകയും തെറ്റിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിരുന്ന അതേ കൂട്ടുകാരൻ. ആ നിമിഷം സ്വർഗത്തിലുള്ള വിശ്വാസി ഭയത്തോടെ ഒരു കാര്യം തിരിച്ചറിയുന്നുണ്ട്: അല്ലാഹുവിന്റെ കാരുണ്യമില്ലായിരുന്നുവെങ്കിൽ ഞാനും നിന്റെ കൂടെ ആ നരകത്തിലായനെ. അപ്പോ ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നതും അല്ലാഹുവിന്റെ കാരുണ്യം തന്നെയാണ്. ഈ ഖുറാനിക കഥ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ളതാണെങ്കിലും അത് സംസാരിക്കുന്നത് ഇന്നത്തെ നമ്മളോടാണ്. ഇന്ന് നമ്മുടെ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് മനുഷ്യർ മാത്രമല്ല. നമ്മുടെ സോഷ്യൽ മീഡിയ ഫീഡുകൾ, നമ്മൾ കാണുന്ന സിനിമകൾ, നമ്മൾ കേൾക്കുന്ന പാട്ടുകൾ, ഇവയെല്ലാം നമ്മുടെ ചിന്തകളെയും വിശ്വാസങ്ങളെയും സ്വാധീനിക്കുന്ന കൂട്ടുകാരാണ്. അവ നമ്മളെ അല്ലാഹുവിലേക്ക് അടുപ്പിക്കുകയാണോ അതോ അകറ്റുകയാണോ എന്ന് ഓരോ നിമിഷവും നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ടതുണ്ട്. അപ്പോ ഈ പരീക്ഷണങ്ങളെയും പരിഹാസങ്ങളെയും ചീത്ത സ്വാധീനങ്ങളെയുമൊക്കെ നമ്മളെങ്ങനെ മറികടക്കും? ഇതിനെല്ലാമുള്ള ഒരു ഡിവൈൻ സൊല്യൂഷനായിട്ട്, ഒരു വഴികാട്ടിയായിട്ട് അല്ലാഹു നമുക്കൊരു ഗ്രന്ഥം തന്നിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു ഉപകരണം വിശുദ്ധ ഖുർആൻ. ഖുർആനുമായുള്ള നമ്മുടെ ബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ തദബ്ബുർ എന്നൊരു വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് വെറുതെ വായിച്ചു പോകലല്ല. ഒരു മരുന്നുകുപ്പിയുടെ പുറത്തുള്ള ലേബൽ വായിക്കുന്നതും ആ മരുന്ന് കഴിച്ചു രോഗം മാറ്റുന്നതും തമ്മിലുള്ള വ്യത്യാസം പോലെയാണിത്. തദബ്ബുർ എന്ന് പറഞ്ഞാൽ ഖുർആനിലെ വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്കെടുക്കുക, അതിനെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുക, എന്നിട്ട് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമായി അതിനെ ഉപയോഗിക്കുക. അത് അല്ലാഹുവുമായിട്ടുള്ളൊരു സംഭാഷണമാണ്. ഇത് ഞാൻ പറയുന്നതല്ല, അല്ലാഹു തന്നെ ഖുർആനിൽ വളരെ വ്യക്തമായി പറയുകയാണ് എന്തിനാണ് ഈ ഖുർആൻ ഇറക്കിയതെന്ന്. സൂറത്ത് സ്വാദിലെ ഈ ആയത്ത് നോക്കൂ. അവർ അതിലെ ആയത്തുകളെക്കുറിച്ച് ചിന്തിക്കുന്നതിനും ബുദ്ധിയുള്ളവർ ഉത്ബുദ്ധരാകുന്നതിനും വേണ്ടി. അപ്പം നമ്മൾ ചിന്തിക്കാതെ ഖുർആൻ ഓതിയാൽ നമുക്ക് പാരായണത്തിന്റെ കൂലി കിട്ടും. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന മാർഗനിർദ്ദേശങ്ങളുടെയും അനുഗ്രഹങ്ങളുടെയും ഒരു വലിയ നിധി നമുക്ക് നഷ്ടപ്പെട്ടു പോകും. ഖുർആനുമായുള്ള ഈ ആഴത്തിലുള്ള ബന്ധത്തിന് എത്രത്തോളം ശക്തിയുണ്ടെന്നറിയോ? അതിന് നമുക്ക് നമ്മുടെ കൺമുന്നിൽ തന്നെ തെളിവുണ്ട്. ഗസ്സയിലെ 55,000-ത്തിലധികം ആളുകൾ ഈ യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഖുർആൻ പൂർണ്ണമായി ഹൃദിസ്ഥമാക്കിയവരായിരുന്നു. നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ദുരിതങ്ങൾക്കിടയിലും അവർ കാണിക്കുന്ന അവിശ്വസനീയമായ സഹനശക്തിയുടെ ഒരു പ്രധാന കാരണം അവരുടെ ഹൃദയത്തിലുള്ള അല്ലാഹുവിന്റെ ഈ വചനങ്ങളാണ്. ഇത് വെറുമൊരു ഓർമ്മയല്ല, മറിച്ച് ജീവിക്കുന്ന തെദബ്ബുരിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അപ്പോ നമുക്കെങ്ങനെ ഖുർആനുമായി ഇങ്ങനൊരു ബന്ധമുണ്ടാക്കിയെടുക്കാം? എവിടെ നിന്ന് തുടങ്ങും? ഇതാ 4 സിമ്പിൾ സ്റ്റെപ്സ്. ഒന്നാമത്തേത്, എല്ലാ ദിവസവും ഒരു ആയത്തെങ്കിലും ഓതുക. ഒരു ദിവസം പോലും മുടക്കരുത്. 2, അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കുക. 3, ഒരു ചെറിയ സൂറത്തെങ്കിലും മനഃപ്പാടമാക്കാൻ ശ്രമിക്കുക. നമ്മൾ ഖുർആനെ സംരക്ഷിച്ചാൽ ഖുർആൻ നമ്മളെ സംരക്ഷിക്കും. 4-ാമത്തേത്, ഏറ്റവും പ്രധാനപ്പെട്ടത്, നമ്മുടെ ജീവിതത്തിലെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഈ വിഷയത്തിൽ ഖുർആൻ എന്തു പറയുന്നു എന്ന് സ്വയം ചോദിക്കുക. അങ്ങനെ ഖുർആനെ നമ്മുടെ ജീവിതത്തിന്റെ വഴികാട്ടിയാക്കി മാറ്റുക. അവസാനം ഈ ഒരു ചോദ്യം നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം. വിശുദ്ധ ഖുർആൻ നമ്മുടെ കൈകളിലുണ്ട്. അത് വെറുമൊരു പുസ്തകമല്ല, അത് നമ്മളോട് സംസാരിക്കാൻ കാത്തിരിക്കുന്ന അല്ലാഹുവിന്റെ സന്ദേശമാണ്. അപ്പൊ ചോദ്യം ഇതാണ്: ഇന്ന് നമ്മൾ ഏത് സംഭാഷണമാണ് അതുമായി തുടങ്ങാൻ പോകുന്നത്?